യശശരീരനായ കാവ്യാട് ദിവാകരപ്പണിക്കരെ എത്ര പേർക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്? എത്ര പേർ അദ്ദേഹത്തെ അറിയുന്നവരായിട്ട് ബാക്കിയുണ്ട് എന്നെനിക്കറിയില്ല. അറിയാത്തവർക്ക് വേണ്ടി അദ്ദേഹത്തെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ ആദ്യമേ പറയാം. അദ്ദേഹം തിരുവനന്തപുരം ജില്ലയിലെ വളരെ സമ്പന്നനായ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പൂർവികർ വളരെയധികം ഭൂസ്വത്തുക്കൾ സമ്പാദിച്ചിരുന്നു. പിതൃസ്വത്തായിട്ട് അദ്ദേഹത്തിനും സാമാന്യം ഭേദപ്പെട്ട ഒരു വിഹിതം കിട്ടിയിരുന്നു. അദ്ദേഹം പഠനത്തിൽ വളരെ സമർത്ഥനായിരുന്നു. പഴയകാലത്ത്, അതായത് സ്വാതന്ത്ര്യത്തിനൊക്കെ മുമ്പുള്ള സമയത്ത് അദ്ദേഹം തിരുവനന്തപുരത്ത് വളരെ ഉയർന്ന മാർക്കോടുകൂടി BSc സുവോളജി പാസ്സായി. അതിനുശേഷം ലോ കോളേജിൽ ചേർന്നു. നമ്മുടെ ലക്ഷ്മിനാരായണ ലോ കോളേജിലല്ല, ഗവൺമെൻറ് ലോ കോളേജിൽ നിന്ന് നിയമബിരുദം നേടി. പിന്നെ അവിടെ നിന്ന് ബിരുദാനന്തര ബിരുദവും നേടി. ML ബിരുദം അദ്ദേഹം 1ാം റാങ്കോടെയാണ് പാസ്സായത്. ഒരു സമ്പന്ന കുടുംബാംഗമായ അദ്ദേഹത്തിന് വേണമെങ്കിൽ രാജ്യത്തിനകത്തോ പുറത്തോ ഏതെങ്കിലും പ്രധാന സർവകലാശാലകളിൽ ഉപരിപഠനത്തിന് പോകാമായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുവായിരുന്നു നമ്മുടെ നിയമസഭാ സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ പ്രസന്നൻ ഡോക്ടർ. അദ്ദേഹത്തിൻ്റെ നിയമത്തിലെ ഡോക്ടറേറ്റ് എടുത്തത് അമേരിക്കയിലെ വിഖ്യാതമായ യെയിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നായിരുന്നു. കാവ്യാടിനും വേണമെങ്കിൽ യെയിലിലോ ഹാർവാർഡിലോ പോകാമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ആ സമയത്ത് പൊതുപ്രവർത്തനത്തിൽ ഇറങ്ങാനാണ് തോന്നിയത്. മനുഷ്യർക്ക് ഓരോ സമയത്ത് ഓരോന്നും തോന്നില്ല. അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിലാണ് ചേർത്തത്. കാര്യം കുറച്ച് കാശും ചക്രമൊക്കെ ഉള്ളവർക്ക് കോൺഗ്രസ്സാണ് നല്ലത്. ഇദ്ദേഹം ഒരു മാന്യനും തറവാടിയും അന്തസ്സുള്ളവരും ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് കോൺഗ്രസിനോടാണ് താല്പര്യം തോന്നിയത്. അങ്ങനെ അദ്ദേഹം കോൺഗ്രസ്സിൽ ചേർന്നു. അതിൽ പ്രധാനപ്പെട്ട പല പദവികളും വഹിച്ചു. 10 കൊല്ലത്തോളം അദ്ദേഹം തിരുവനന്തപുരം DCC പ്രസിഡൻ്റായിരുന്നു. അതും തെരഞ്ഞെടുപ്പിൽ ജയിച്ച് പ്രസിഡൻ്റായ ആളാണ്. ഇപ്പോഴത്തെ പോലെ നോമിനേഷൻ വഴിക്ക് വരുന്ന പ്രസിഡൻ്റായിരുന്നില്ല. 10 വർഷം DCC പ്രസിഡൻ്റായിരുന്നു. അന്ന് മുഖ്യമന്ത്രിയും പിന്നീട് പ്രതിപക്ഷ നേതാവൊക്കെ ആയിരുന്ന സാക്ഷാൽ ലീഡർ K. കരുണാകരൻ്റെ വളരെ വിശ്വസനായ ഒരാളായിരുന്നു. അദ്ദേഹം പല ഉന്നത സ്ഥാനങ്ങളും വഹിച്ചിട്ടുണ്ട്. ഒരു തവണ നിയമസഭയ്ക്ക് മത്സരിച്ചു. നിയമസഭാംഗമൊക്കെ ആകേണ്ടിയിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യവും പ്രഭാഷണ ചാതുര്യവും ഒക്കെ വെച്ച്. പക്ഷേ കഷ്ടകാലത്തിന് അന്ന് LDF തരംഗമായിരുന്നു. അദ്ദേഹം മത്സരിച്ച മണ്ഡലം ആറ്റിങ്ങലായിരുന്നു. 1987 ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അദ്ദേഹം ആനത്തലവട്ടം ആനന്ദനോട് പരാജയപ്പെട്ടു എന്നുള്ളതാണ് ചരിത്രം. പിന്നീട് അദ്ദേഹം ആ സാഹസത്തിന് തുനിഞ്ഞില്ല. പാർട്ടി വേണമെങ്കിൽ ടിക്കറ്റ് കൊടുക്കായിരുന്നു, പക്ഷേ പുള്ളി താല്പര്യം പ്രകടിപ്പിച്ചില്ല. ഇദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് മുമ്പുള്ള സമയത്ത്, അതായത് കരുണാകരൻ്റെ 82-85 മന്ത്രിസഭയുടെ കാലത്ത് കേരളത്തിലെ ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗമായിരുന്നു. അതാണ് ഞാനിപ്പോൾ അദ്ദേഹത്തെ അനുസ്മരിക്കുന്നതിൻ്റെ യഥാർത്ഥ കാരണം. അദ്ദേഹം PSC അംഗമായിരിക്കുന്ന സമയത്ത് അന്ന് ഇൻ്റർവ്യൂവിന് 50 മാർക്കൊക്കെ ഇടാനുള്ള സ്വാതന്ത്ര്യം ഈ ബോർഡിലെ അംഗങ്ങൾക്കുണ്ടായിരുന്നു. ഇദ്ദേഹം അതിലിടപെട്ടു. പുള്ളി പറഞ്ഞ് ഈ 50 മാർക്ക് അല്ലെങ്കിൽ അതിൽ കൂടുതൽ മാർക്കൊക്കെ ഇൻ്റർവ്യൂവിന് കൊടുക്കുന്നത് വലിയ അഴിമതിക്ക് ഇടവരുത്തും. അന്നും അത്യാവശ്യം 2-3 ഒക്കെ മേടിക്കുന്ന ചില മെമ്പർമാരെങ്കിലും ഉണ്ടായിരുന്നു. ഇത്രയധികം മെമ്പർമാരൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ മെമ്പർമാരും കള്ളന്മാരുമായിരുന്നില്ല. പലതുകൊണ്ടും പ്രസിദ്ധനായ മുൻ മന്ത്രി KG അടിയോടിയായിരുന്നു അന്ന് PSC ചെയർമാൻ. അതിലൊരു അംഗമായിരുന്നു ഈ ദിവാകരപ്പണിക്കർ. അപ്പോൾ പണിക്കർ പറഞ്ഞ് ഈ പ്രസ്ഥാനം ഇവിടെ നടക്കില്ല, ഈ 2-3 മേടിക്കാനായിട്ട് ഞാൻ ഒരിക്കലും കൂട്ടുകയില്ല, അതുകൊണ്ട് ഇൻ്റർവ്യൂവിൻ്റെ മാർക്ക് കുറയ്ക്കണം. അത് കുറയ്ക്കാൻ മാത്രമല്ല, അതിന് മിനിമം ഇത്ര മാർക്ക്, മാക്സിമം ഇത്ര മാർക്ക് എന്നൊരു നിബന്ധനയും വരുത്തണം. അപ്പോൾ PSC മെമ്പർമാർക്ക് പിന്നെ വലിയ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാകില്ല. ഡിസ്ക്രിപ്ഷൻ ഇല്ലെങ്കിൽ കൈക്കൂലി മേടിക്കാനും പറ്റുകയില്ല. ഇത്രയുള്ള കാര്യം. അപ്പോൾ PSCയിൽ അന്നുണ്ടായിരുന്ന ബാക്കി മെമ്പർമാർക്ക് ഇതിൽ വലിയ കുണ്ഠിതമുണ്ടായി. ഇവർക്ക് 10 കാശുണ്ടാക്കാനുള്ള ഒരു അവസരമാണ് ഇല്ലാണ്ടാവും. അല്ലെങ്കിൽ അവരുടെ സ്വന്തക്കാരെ ബന്ധുക്കളെ കയറ്റാനുള്ള ഒരു അവസരമാണ്, ഒരു സൗകര്യമാണ് ഇല്ലാണ്ടാവുന്നത്. മെമ്പർമാർ എതിർത്തു. അടിയോടിക്ക് താല്പര്യമായിരുന്നു. മെമ്പർമാരെ എതിർത്തപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ PSC അംഗത്വം രാജിവെച്ച് പത്രസമ്മേളനം നടത്തി ഈ കാര്യം ജനങ്ങളെ അറിയിക്കും. മാത്രമല്ല കേരള ഗവർണറെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും. പിന്നെ കരുണാകരനുള്ള മുഖ്യമന്ത്രി പുള്ളി ഒന്ന് കണ്ണിറുക്കുകയും ചിരിക്കുകയും ദിവാകരപ്പണിക്കരുടെ ഈ അഭിപ്രായത്തോട് പരിപൂർണമായിട്ട് യോജിക്കുകയും അങ്ങനെ ആ തീരുമാനം നടപ്പിലെടുത്തു ചെയ്തു. അങ്ങനെയാണ് PSC പരീക്ഷയ്ക്ക് ഇൻ്റർവ്യൂവിന് മാക്സിമം 20 മാർക്കായിട്ട് നിജപ്പെടുത്തിയത്. അതുകൊണ്ടാണ് വലിയൊരു അളവിൽ അഴിമതി കുറഞ്ഞത്. ആ സംവിധാനത്തെ പിന്നെ ഇന്ന് കാണുന്ന രീതിയിൽ അഴിമതി കൂമ്പാരമാക്കി മാറ്റാനായിട്ട് പിന്നെ മാർക്സിസ്റ്റുകാരെ അവതരിക്കേണ്ടതായിട്ട് വന്നു. പിണറായി വിജയൻ്റെ 2ാമത്തെ സർക്കാർ വേണ്ടി വന്നു എന്നുള്ളതാണ് ചരിത്രം. ഞാൻ പറഞ്ഞത് സത്യസന്ധരായ ആളുകൾ അന്ന് കോൺഗ്രസ് പാർട്ടിയിൽ പോലും ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു കാവ്യാട് ദിവാകരപ്പണിക്കർ. മാത്രമല്ല അദ്ദേഹം ഈ നിയമത്തിലും മറ്റു കാര്യങ്ങളൊക്കെ സാമാന്യത്തിലും ധാരണയുള്ള ആളായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട അഥവാ കൈക്കൂലിക്ക് കൂടുതൽ സ്കോപ്പുള്ള മറ്റ് മെമ്പർമാരെ ഏൽപ്പിച്ചാൽ അവർ കൈയിട്ട് വരാൻ സാധ്യതയുണ്ട് എന്ന് അദ്ദേഹത്തിന് തോന്നിയ
ഈ മരാമത്ത് വകുപ്പ് പോലുള്ള വകുപ്പുകളിൽ. ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് ഇദ്ദേഹം തന്നെ അതിൽ അംഗമായിട്ട് PSC മെമ്പറായിട്ട് ഒരാളുണ്ടാവും. അങ്ങനെ അദ്ദേഹം മെമ്പർ എന്നുള്ള നിലയ്ക്ക് ഇൻ്റർവ്യൂവിന് പോവുകയും ഈ വിഷയം കൂലങ്കഷമായിട്ട് പഠിക്കുകയും വിഷയം വിദ്വാൻമാരോടൊപ്പം തന്നെ ഇദ്ദേഹം ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ആൾ ആയിരുന്നു അദ്ദേഹം. ഇനി ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു സാഹസം എന്ന് പറയുന്നത്, പുള്ളി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ മെമ്പറായിരുന്നു പിൽക്കാലത്ത്. അന്ന് N. ഭാസ്കരൻ നായർ എന്ന് പറഞ്ഞ NDPയുടെ നേതാവാണ് ദേവസ്വം ബോർഡ് ചെയർമാൻ. ദിവാര പണിക്കർ അതിലൊരു മെമ്പറായിരുന്നു. മെമ്പറായിരിക്കുന്ന സമയത്ത് പുള്ളി ഈ ദേവസ്വം ബോർഡിലെ അഴിമതി ഇല്ലാതാക്കാനായിട്ട് പല പരിശ്രമങ്ങളും നടത്തിയാണ്. അദ്ദേഹത്തിന് കിട്ടിയ ശമ്പളം, അദ്ദേഹത്തിന് ശമ്പളമല്ല, ഇവർക്ക് അലവൻസാണ്. ഈ അലവൻസിൽ നിന്ന് 1 രൂപ മാത്രം അദ്ദേഹം കൈപ്പറ്റി ബാക്കി ദേവസ്വം ബോർഡിലേക്ക് തിരിച്ചടയ്ക്കുകയാണ് ചെയ്തിട്ടത്. അദ്ദേഹത്തിൻ്റെ കൂടി ഉത്സാഹത്തിലാണ് വൈക്കം ക്ഷേത്രത്തിൻ്റെ ഊട്ടുപുരയിൽ ക്ഷേത്ര കലാപീഠം ആരംഭിച്ചത്. അദ്ദേഹമാണ് ഈ ദേവാരണ്യം പദ്ധതി എന്ന് പറഞ്ഞ ഒരു ഏർപ്പാട് തുടങ്ങി വെച്ചത്. ദേവാരണ്യം എന്ന് വെച്ചാൽ ക്ഷേത്രത്തോട് ചേർന്ന ഭൂസ്വത്തുക്കളിൽ പല മരങ്ങൾ നട്ടുപിടിപ്പിക്കുക. പ്ലാവ്, ആഞ്ഞിലി, തേക്ക് ഒക്കെ നട്ടുപിടിപ്പിക്കുക. അത് വളർന്ന് വലുതായി വരുമ്പോൾ അതിൽ ബലം കുറഞ്ഞ തൈകൾ വെട്ടിക്കളയും, ബലം കൂടിയവ വളർത്തുകയും അത് വളർന്നു വരുമ്പോൾ പിന്നീട് ദേവസ്വത്തിലേക്ക് ഒരു വരുമാന മാർഗമാക്കി മാറ്റുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു. പിൽക്കാലത്ത് വന്ന ദുരന്തരന്മാരെ നിനക്ക് തുരങ്കം വെച്ചു. പലയിടത്തും അത് ശരിയായ രീതിയിൽ നടപ്പാക്കപ്പെട്ടില്ല എന്നുള്ളത് സത്യമാണെങ്കിൽ പോലും അങ്ങനൊരു പദ്ധതി തുടങ്ങി വെച്ച ഇദ്ദേഹമാണ്. ഈ ദേവസ്വത്തിൻ്റെ സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോകുന്നത് തടയാനും അന്യാധീനപ്പെട്ടപ്പോൾ വീണ്ടെടുക്കാനുമുള്ള ധീരമായ പരിശ്രമം നടത്തിയ ആളാണ് കാവ്യാട് ദിവാകരൻ പണിക്കർ. അതുപോലെ അദ്ദേഹം കേരള അവസാന സമയത്ത് ഇദ്ദേഹം ഖാദി ബോർഡിൻ്റെ വൈസ് ചെയർമാനോ മറ്റുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ നിര്യാണമുണ്ടായത്. ദിവാകരൻ പണിക്കരെ ഇപ്പോൾ എത്ര പേര് ഓർമ്മിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഈ കാവ്യാട് ദിവാകരൻ പണിക്കർ ഒരു അന്തസ്സുള്ള ആൾ തറവാടി വരുന്നതിനോട് ആദ്യം പറഞ്ഞത് ഹൈക്കോടതി അഭിഭാഷകനും നമ്മുടെ സുഹൃത്തുമായ അബ്ദുൾ സലാമാണ്. അബ്ദുൾ സലാമും പണ്ട് കോൺഗ്രസ്സിൽ പ്രവർത്തിച്ച ആളാണ്. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, ഇദ്ദേഹം DCC പ്രസിഡൻ്റായിരിക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും നീതിപൂർവ്വമാണ് നടപ്പാക്കിയത്. ഓരോ കോൺഗ്രസ്സുകാരൻ്റെ ആവശ്യം എന്താണെന്ന് കണ്ടറിയാനും അതിന് കഴിയുന്ന രീതിയിൽ സഹായം ചെയ്യാനും കഴിവുള്ള ആളായിരുന്നു ദിവാകരൻ പണിക്കർ. പണിക്കർ സാറ് പോയതിന് ശേഷമാണ് കാര്യങ്ങളൊക്കെ ഒരുമാതിരി കൈവിട്ട് പോയത്. ഞങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ കോൺഗ്രസ് ലീഡർഷിപ്പിൽ നിന്ന് അകന്നു പോയത്. പിന്നെ നമ്മൾ നമ്മുടെ പണിയായിട്ട് എറണാകുളത്ത് കൂടുകയാണ് ചെയ്തതെന്ന് ഒരിക്കൽ സലാം പറഞ്ഞായിട്ട് ഞാൻ ഓർമ്മിക്കും. ഏതായാലും ഇപ്പോൾ ഇത് പറഞ്ഞത് കേരളത്തിലെ 2 പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ അഴിമതി ആരോപണത്തിൽ ഇത് ശരവ്യമായിട്ട് തലകുരിച്ച് നിൽക്കുകയാണ്. ഒന്ന് പബ്ലിക് സർവീസ് കമ്മീഷൻ, അവിടെ നടക്കുന്ന അഴിമതിയെക്കുറിച്ച് ഇവിടെ നേരത്തെ പറഞ്ഞാണ്. മറ്റത് ദേവസ്വം ബോർഡ്. ഒരു സ്ഥലത്ത് സ്വർണ്ണക്കൊള്ളയാണെങ്കിൽ മറ്റിടത്ത് ജോലി കൊള്ളയാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ കാവ്യാട് ദിവാകരൻ പണിക്കരെ പോലെ, അതുപോലെ നമുക്കിപ്പോൾ പേരോർമ്മയില്ലാത്ത മറ്റ് പല ആളുകളെ പോലെ പ്രഗത്ഭരും സത്യസന്ധരുമായ ആളുകളൊക്കെ ഇരുന്ന പദവിയിലാണ് പിൽക്കാലത്ത് സഖാക്കന്മാർ കയറിയിരുന്ന് ഇതുപോലത്തെ കൊള്ള നടത്തിയതെന്ന് ആലോചിക്കുമ്പോൾ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ ശിരസ് കുനിഞ്ഞു പോവുകയാണ്. ലാൽ സലാം.